Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of difference between financial accounting and cost accounting, difference between management accounting and financial accounting, difference between management accounting and cost accounting. മൂന്ന് തരത്തിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്ക് പഠിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് ദി ഓൾ ബിസിനസ്. ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ മൊത്തമായിട്ടുള്ള അക്കൗണ്ട്സിനെ നമുക്ക് എന്ത് പറയാം? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയാം. എന്നാൽ കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്, ഒരു ബിസിനസ്സിൻ്റെ ഓൾ അക്കൗണ്ട്സിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ട്. കാരണം എന്താ, നിങ്ങൾക്കറിയാം, കോസ്റ്റ് അക്കൗണ്ടിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ജോബ് കോസ്റ്റിങ്ങോ അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ്, അങ്ങനെ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ഓൺലി എ പാർട്ട് ഓഫ് ഓൾ അക്കൗണ്ട്സ്. എല്ലാ അക്കൗണ്ട്സിൻ്റെയും ഒരു പാർട്ട് മാത്രമാണ്, ഒരു ബിസിനസ്സിൻ്റെ മൊത്തം അക്കൗണ്ടിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം അക്കൗണ്ടിനെ നമ്മൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡിസ്ക്ലോസ് ദ നെറ്റ് റിസൾട്ട്സ് ഓഫ് ദി ബിസിനസ് ആസ് എ ഹോൾ. എന്താ പറയുന്നത്? ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് റിസൾട്ടിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ മൊത്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നെറ്റ് റിസൾട്ട് കാണിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലാണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ട്സ് ഡിസ്ക്ലോസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ജോബ്, പ്രൊഡക്റ്റ് എക്സെട്ര. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജോബ് കോസ്റ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പാർട്ട് മാത്രം എടുത്തിട്ട് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കാണുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ഓൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നത് എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നത് എന്ത് മാത്രമാണ്? മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങും സെയിൽ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്സ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും ഡീൽ ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് റെക്കോർഡഡ് ഓൺലി ആക്ച്വൽ കോസ്റ്റ് ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഈ പ്രോഡക്റ്റിൻ്റെ ആയാലും അല്ലെങ്കിൽ ഏത് സാധനം, ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, എന്തിൻ്റെ ആയിക്കോട്ടെ, അതിൻ്റെ ആക്ച്വൽ കോസ്റ്റാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ട്സിൽ റെക്കോർഡഡ് ബോത്ത് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റും അതേപോലെ തന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റും റെക്കോർഡ് ചെയ്യാറുണ്ട് കോസ്റ്റ് അക്കൗണ്ട്സിൽ. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, ഫിഫ്ത്ത് പോയിന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് ആണ്. ഏതാണ്? ബിസിനസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് തന്നെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽ ചെയ്യുന്നത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽ വിത്ത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് ആണ്. ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ട്സ്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ക്രെഡിറ്റേഴ്സാണ് കൂടുതലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ, ഓർഗനൈസേഷനുള്ളിലുള്ള പ്രൊഡക്ഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ജോബ്, പ്രൊഡക്റ്റ്, എല്ലാ കാര്യങ്ങളും കോസ്റ്റ് അക്കൗണ്ട്സിൽ ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ്, സിക്സ്ത് പോയിന്റ്, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ഈസ് ടു അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യാൻ ഫിനാൻഷ്യൽ
അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ true and fair view of the state of affairs of the company and profit or loss of the firm. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ഫേം എന്നാണ് പറയുക. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്തുകയും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സ് ഓഫ് ദി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷനാണ്. 6th പോയിന്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട് ഈസ് ടു അസർട്ടൈൻ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ശരിയായ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ശരിയായ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ 7th പോയിന്റ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഗൈഡഡ് ബൈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എപ്പോഴും നമ്മൾക്കറിയാം ഗ്യാപ്പാണ്, മുഖേനയാണ്, ഗ്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ട്സിന് അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. അത് ഓരോ ഓർഗനൈസേഷൻ്റെ നീഡിനനുസരിച്ച് ആണ് കോസ്റ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ടൈലർ മെയ്ഡ് ടു സ്യൂട്ട് ദ നീഡ്സ് ഓഫ് സ്പെസിഫിക് ഓർഗനൈസേഷൻ, ഡിവിഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ടൈലർ മെയ്ഡാണ്, ഓരോരുത്തർക്ക് അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ്. ടു സ്യൂട്ട് ദ നീഡ്സ് ഓഫ് സ്പെസിഫിക് ഓർഗനൈസേഷൻ്റെ നീഡിനനുസരിച്ച്, അതേപോലെ ഓർഗനൈസേഷൻ്റെ ഡിവിഷൻ അനുസരിച്ച്, ഓർഗനൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ചാണ് കോസ്റ്റ് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. 8th പോയിന്റ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഒന്നുകിൽ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്. അത് വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് പ്രൈസ് ആയാലും മാർക്കറ്റ് പ്രൈസ് എടുക്കുകയാണെങ്കിലും ഇത് രണ്ടെണ്ണം നോക്കിയിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും കൂടി കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വരുന്ന പ്രൈസാണ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം കോസ്റ്റ് ഒരു ഫർണിച്ചർ വാങ്ങിച്ചു, അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു, ഒരു പാന വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 rupees, പക്ഷെ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ എന്ന് പറയുന്നത് 15 rupees. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാമെന്നല്ല, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ആണ്. അതായത് കോസ്റ്റ് പ്രൈസ് കുറവായിട്ടാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് 10 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അപ്പോൾ 10 രൂപയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് 10 രൂപയായിട്ട് കോസ്റ്റ് പ്രൈസ് 15 ആണെങ്കിൽ നമ്മൾ അവിടെ എടുക്കുക മാർക്കറ്റ് പ്രൈസാണ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസുള്ള പ്രൈസാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് അർത്ഥം. അല്ലാതെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എടുക്കുക എന്നല്ല, അതിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഏതാണോ അതാണ് എടുക്കേണ്ടത്. ഇൻ കോസ്റ്റ് അക്കൗണ്ട് സ്റ്റോക്ക് ഈസ് ഓൾവേസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നതിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ദ പർപ്പസ് ഈസ് ടു അസർട്ടൈൻ ദ ആൻഡ് കൺട്രോൾ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. പർപ്പസ് എന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈസ് ടു അസർട്ടൈൻ ആൻഡ് കൺട്രോൾ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെയോ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ ആ കോസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത്, അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ദ പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്
ഈ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പ്ലാൻ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിന് പ്ലാൻ ചെയ്യാനും അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടി മാനേജ്മെൻറ്റിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പർപ്പസ് അതാണ്. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനും കൺട്രോളിനും പ്ലാനിങ്ങിനും ആവശ്യമായ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. Second point is cost accounting includes only cost ascertainment and control. അതായത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓൺലി എന്ത് മാത്രമേ ഉള്ളൂ? കോസ്റ്റ് അക്കൗണ്ടിങ്ങും ആൻഡ് കൺട്രോളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലിമിറ്റഡ് സ്കോപ്പ്. ഇതിന് ലിമിറ്റഡ് സ്കോപ്പാണ് ഉള്ളത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ്, ടാക്സ് പ്ലാനിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ബഡ്ജറ്റിംഗ് ഉണ്ട്, ടാക്സ് പ്ലാനിങ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ കാരണം ഇത് വാസ്റ്റ് സ്കോപ്പ് ഉണ്ട്, ബ്രോഡർ സ്കോപ്പിലൂടെ പോകുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ് തേർഡ് പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് യൂസസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. എന്താ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് പ്ലാനിങ് നടത്തുക, റിപ്പോർട്ടിംഗ് നടത്തുക, ഇതൊക്കെ എന്താണ്? ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷനാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് കോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഡീൽ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഡീൽസ് വിത്ത് ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂവും കോസ്റ്റും ഒരുമിച്ച് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ്. നെക്സ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ ബോത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കറൻറ്റ് ഡാറ്റ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് കറൻറ്റ് ഡാറ്റയുടെ ബേസിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പോകുന്നത്. വെറും എന്തെല്ലാം ഹിസ്റ്റോറിക്കൽ ഡാറ്റയല്ല, രണ്ടും കൂടിയിട്ട് യോജിപ്പിച്ചിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കറൻറ്റ് ഡാറ്റ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൺസേൺ വിത്ത് ദ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ദി ഫ്യൂച്ചറിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ, അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് പർപ്പസോട് കൂടിയിട്ടാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയാം. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിസീഡ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മുൻപ് നടക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വിത്ത് വേർ കോസ്റ്റ് അക്കൗണ്ടിങ് എൻഡ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് അവസാനിച്ചതിന് ശേഷം മാത്രമേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് അവസാനിച്ചതിന് ശേഷം തുടങ്ങുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങുമാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ 3 ഡിഫറൻസ് ആണ് ഇന്ന് പഠിക്കുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിച്ചത്. ഇനി പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈസ് ടു അസർട്ടൈൻ profit or loss of the firm or financial position of the firm and present them to owners, creditors, government, etc. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് the main purpose of the financial accounting is to ascertain the true and fair view of the state of affairs of the company and true and fair view of the profit or loss of the firm. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് പ്രസൻറ്റ് ടു ദി ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, എക്സെട്ര.
ആർക്കാണ് ഇത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഓണേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്, ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാൻ, ഓണേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ, ക്രെഡിറ്റേഴ്സിന് അവർക്കുള്ള പൈസ കൊടുക്കാൻ വേണ്ടി. അതാണ് ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ്, എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള മാനേജ്മെൻറ്റിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിലാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സെക്കൻഡ്, റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റഡ് ടു പാസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് റെക്കോർഡ് ചെയ്യാറ്. ഏത് പ്രൊഡക്റ്റിൻ്റെ കേസിലായാലും ഫിക്സഡ് അസറ്റിൻ്റെ കേസിലായാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യാറ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് അവിടെ കാണിക്കാറ്. എന്താ വെച്ചാൽ ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് കൺസേൺ വിത്ത് ദി ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നടത്താം, വേണമെങ്കിൽ നടത്താണ്ടിരിക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ലേസ് മോർ എംഫസിസ് ഓൺ അക്യുറസി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നടത്തുന്നത് തന്നെ അതിൻ്റെ കൂടുതലായി ഊന്നൽ കൊടുക്കുന്നത് ആക്യുറസിക്കാണ്, കൃത്യതക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിങ്ങിനാണ്. ലൈസ് മോർ എംഫസിസ് ഓൺ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിങ്. പ്രോംപ്റ്റ് ആയിട്ടുള്ള വേഗത്തിലുള്ള, അതായത് ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിങ് കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഊന്നൽ കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫിഫ്ത്ത് പോയിന്റ്, ബേസ്ഡ് ഓൺ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻ്റെ ബേസിലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് പ്രത്യേക ഒരു പ്രിൻസിപ്പിൾസോ കൺവെൻഷൻസോ ഇല്ല. നോട്ട് ബേസ്ഡ് ഓൺ റിജിഡ് പ്രിൻസിപ്പിൾസ് ബട്ട് ബേസ്ഡ് ഓൺ ഇൻറ്റേർണൽ റിക്വയർമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിന് പ്രത്യേക പ്രിൻസിപ്പിൾസ് ഇല്ല, പക്ഷേ ഇതിന് മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റേർണൽ റിക്വയർമെൻറ്റിൻ്റെ ബേസിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, അവരുടെ നെസസറിക്കനുസരിച്ച്, അവരുടെ നീഡിനനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ, അതിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർഡ് ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോർ എ പെർട്ടിക്കുലർ പീരിയഡിലേക്കാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത് നോ സ്പെസിഫിക് പീരിയഡ് ഫോർ വിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഒരു സ്പെസിഫിക് പീരിയഡൊന്നും മാനേജ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനില്ല. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയറിലേക്ക്, ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 2020 ഏപ്രിൽ 1 ടു 2021 മാർച്ച് 31 വരെയാണ്. അതിലേക്കുള്ള ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്കുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഇല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്കോപ്പാണ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വൈഡ് സ്കോപ്പാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ്. നിങ്ങൾക്കറിയാം, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, അതേപോലെ തന്നെ ഓണേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓണേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റ്, ഡിവിഡൻഡ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ്. ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അവരാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ്. ഇൻറ്റേർണൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ
യൂസേഴ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓഡിറ്റ് ഈസ് മോർ ഓർ ലെസ് കമ്പൾസറി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് കമ്പൾസറി ആണ്. കുറഞ്ഞ തോതിലെങ്കിലും അത് കമ്പൾസറി ആണ്. ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൾസറി ആയിട്ടുള്ളതാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ഇസ് നോട്ട് എ കമ്പൾസറി. അത് കമ്പൾസറി അല്ല. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് കമ്പൾസറി ആണ്. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അതായത് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റും അതിൻ്റെ മാർക്കറ്റ് പ്രൈസും കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കുറവ് പ്രൈസ് ഏതാണോ അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എടുക്കുക. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ അത്തരം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നേ ഇല്ല. നോ സച്ച് പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ഫോർ ദി വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉള്ള ഒരു പ്രിൻസിപ്പിളും അവിടെ ഫോളോ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. 3 ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. ഇത് 4 മാർക്കിന് എല്ലാ സമയത്തും ചോദിക്കാറുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 5 മാർക്കിന് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.